ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഒരു ചെറിയ കഷ്ണം തെർമോക്കോള് എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഒരു പൊടി കഷ്ണം മതി, ഇത്രയിലും കുഴപ്പമില്ല. ഇതിന്റെ ഒരു പകുതി പീസ് ആണെങ്കിലും നമുക്ക് മതി. ഇതുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറ് അല്ലെങ്കിൽ നൈറ്റി അല്ലെങ്കിൽ ബ്ലൗസ് എന്ത് വേണമെങ്കിലും നല്ല അടിപൊളി ലുക്കിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ തെർമോക്കോളിൽ ഇങ്ങനെ ഓരോ ഉള്ളിലാണെങ്കിൽ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തെ കുഞ്ഞ് റൗണ്ട് ആയിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടും. ദേ കണ്ടോ, ഇങ്ങനത്തെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ദേ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്താ കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ ബട്ടണായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് നിങ്ങൾ അത്ര എണ്ണം നിങ്ങൾ ഇങ്ങനെ ഒന്ന് എടുക്കുക. വളരെ ഒരു പൊടി കഷ്ണം മതി. ഞാനിപ്പോ എന്റെ കയ്യിൽ വെച്ച അത്രയും വലിയൊരു പീസൊന്നും വേണ്ട. പിന്നെ നമുക്കിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഒരു കഷ്ണം എടുത്തത് കേട്ടോ. ഇപ്പൊ അതേ ഞാനിവിടെ കുറച്ചിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല വലുത് മാത്രം എടുത്താൽ മതി. ചിലത് ചെറുതായിരിക്കും. ഇതേ കണ്ടോ, ഇതൊക്കെ വളരെ പൊടിയാണ്. അപ്പോൾ ഇതെടുക്കേണ്ട ആവശ്യമില്ല. ഓരോ വലിയ റൗണ്ട് ആയിട്ടുള്ളത് നമുക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ പല സൈസായി പോവേ. ഇതൊക്കെ ഒരേ സൈസാണ്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഇങ്ങനത്തെ കുറച്ച് കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ബ്ലാക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതുപോലത്തെ കുറച്ച് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ഉൾവശം എടുക്കാം. ഇതാണ് ഇതിന്റെ നല്ല വശം. ഇപ്പൊ പ്രിന്റഡ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. പ്ലെയിൻ ആണെങ്കിൽ നമ്മളത് ഒന്ന് ജസ്റ്റ് കൈ വെച്ച് നോക്കുക. എന്നിട്ട് മിനുസമുള്ള ഭാഗമായിരിക്കും ഇതിന്റെ ഉൾവശം. എന്നിട്ട് നമുക്ക് ഈ ഓരോ തെർമോക്കോള് ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ദേ നമുക്ക് നല്ല ഭംഗിയുള്ള പൊട്ട്ലി ബട്ടൺ കിട്ടും കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ, നൂലെടുക്കുക. അപ്പൊ ഞാൻ ദേ ഇവിടെ ബോബിൽ നിന്നാണ് കേട്ടോ ഒരു നൂലിങ്ങനെ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുക. അപ്പൊ നല്ല റൗണ്ട് ആയിട്ട് ഇതാ കണ്ടോ, ഇങ്ങനെ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പില് നമുക്കിങ്ങനെ കിട്ടും. ഇതിങ്ങനെ ചുറ്റി കൊടുക്കാം. കുറച്ച് ചുറ്റിയാൽ മതി. അതിനുശേഷം അത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ദേ ഒരു കെട്ടും കൂടെ ഡബിൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഇതാ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നൂലങ്ങൂടെ കട്ട് ചെയ്ത് കളയാം. അതെ, കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ചെറിയൊരു തെർമോക്കോളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത കുറച്ച് കുഞ്ഞി തെർമോക്കോളാണ്. അത് നമ്മൾ നല്ല റൗണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ കുറേ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനത്തെ ഷേപ്പില് ഉരുട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് നെക്കിൽ ചെയ്യാം. ഫ്രണ്ട് നെക്കില്, ബാക്ക് നെക്കില്, എവിടെ വേണമെങ്കിലും ചെയ്യാം. ഇനി സെന്റർ, ടോപ്പിന്റെയൊക്കെ സെന്റർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന്റെ സെന്ററിൽ വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിത് ഫ്രണ്ട് നെക്കിലാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓൾറെഡി നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പൊട്ട്ലി ബട്ടൺ ഉണ്ടല്ലോ, ഇതാ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നെക്കിനൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കില്ലേ. ബാക്ക് നെക്കിന്, അതായത് ബ്ലൗസിന്റെ ചുരിദാറിന്റെ ഒക്കെ ബാക്കിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഒത്തിരി ഭംഗി കൂടുതൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമുക്കിതിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. അതാ നമ്മൾ ഈ പൊട്ട്ലി ബട്ടൺ നമ്മൾ ഇവിടെ ചെയ്യാൻ പോവാണ് കേട്ടോ. ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു 1/2 ഇഞ്ച്, അതായത് ഈ ഷോൾഡറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് പോകും. അത് വിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. വളരെ പറ്റിയ വെക്കുക. ഇതിങ്ങനെ വളരെ പറ്റിയ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ കുറച്ച് ഗ്യാപ്പ് വിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നില്ല. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇങ്ങനെ വിട്ടാണ് നെക്കില് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ തുണി വെക്കുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് ഉള്ളിലേക്ക് വെക്കുക. ഇങ്ങനെയൊന്നും ഇരിക്കരുത് കേട്ടോ. ഇതേ കണ്ടോ, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. കറക്റ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഈ റൗണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ കാണുന്ന രീതിക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ കറക്റ്റ് അളവിൽ അറ്റം വരെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനപ്പോൾ എല്ലാ ബട്ടണും ഇങ്ങനെ ഒന്ന് വെച്ചെടുത്തട്ടോ. ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് നമ്മൾ അറ്റം വരെ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് തുണി കട്ട് ചെയ്ത് കളയാം. ഇതാ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ പറ്റ വെച്ച് തന്നെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇത് വെച്ചിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ നമുക്കിത് തയ്ച്ച് വെക്കാൻ പറ്റില്ല. ഇങ്ങനെ അങ്ങോട്ട് ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ എല്ലാ ബട്ടണും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ നെക്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മോഡൽ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ നെക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്